വിടറാ വിടറാ എന്നെ. നിന്റെ കൊഞ്ചലൊന്നും എനിക്ക് കാണണ്ട. നമ്മൾ ആരെ കൂടുതൽ സ്നേഹിക്കുന്നോ, ആരിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നോ, അവരായിരിക്കും നമ്മളെ വേദനിപ്പിക്കുന്നത്. അർജുൻ, നിനക്കിതിൽ വിശ്വാസം ഇല്ല എന്നുള്ളതൊക്കെ ശരി തന്നെ. എന്നാൽ നിനക്ക് വേണ്ടിയാ മുത്തശ്ശി ഇതെല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. കുറഞ്ഞ പക്ഷം അതെങ്കിലും നിനക്ക് ഓർക്കായിരുന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ പറയുന്നത് കേൾക്ക്. നോക്ക്, നിനക്ക് സർപ്പദോഷമുണ്ട്. ഇനിയെങ്കിലും നിന്റെ ഈ കുട്ടിക്കളിയൊക്കെ മാറ്റി കുറച്ച് സീരിയസ് ആവാൻ നോക്ക്. മുത്തശ്ശി എന്നോട് ക്ഷമിക്ക്. ഞാൻ വേണമെന്ന് വെച്ചല്ല താമസിച്ചു വന്നത്. മുത്തശ്ശി പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ വില കൊടുക്കാറുണ്ട്. മുത്തശ്ശി ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ? നാഗവംശത്തെ പറ്റിയുള്ള കാര്യമാ. ഉത്തരം പറയാൻ പറ്റുമോ? പറയും മുത്തശ്ശി. എന്തും മിണ്ടാത്തത്? അപ്പൊ അത്രേ ഉള്ളൂ. എന്നാ ശരി. എന്റെ നാഗദൈവമേ, എന്റെ ജാതകത്തിലുള്ള സർപ്പദോഷ പ്രകാരം ഞാൻ എത്ര നാള് ജീവനോടെ ഇരിക്കോ അത്രയും നാള് ജീവിച്ചാ മതി. എന്റെ മുത്തശ്ശിയുടെ മൗനത്തെക്കാൾ ആ ദോഷങ്ങളും ശാപമൊന്നും ഒന്നുമല്ല. നിന്നോട് ഞാൻ അപേക്ഷിക്കുക. എന്റെ ജീവൻ പോകുന്നത് പോലെ തോന്നുന്നു. നീ അങ്ങനെ പറയാതെ മിണ്ടാതിരിക്കെ. നീ എന്റെ ജീവനാടാ മോനെ, ജീവന. നീ എന്റെ ജീവന. എനിക്കറിയാം മുത്തശ്ശി. കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ നിന്നല്ല വളർന്നത്. മുത്തശ്ശിയുടെ കൂടെയായിരുന്നു കൂടുതൽ സമയവും. അമ്മയ്ക്കും മുത്തശ്ശിക്കും തമ്മിലുള്ള വ്യത്യാസം പേരിന് മാത്രമാണ്. മറ്റൊരു തരത്തിൽ മുത്തശ്ശി എനിക്ക് എന്റെ അമ്മ തന്നെയാ. ഗ്രാൻഡ് മദർ, ഗ്രാനി. അമ്മേ, മുത്തശ്ശിയും ചെറുമനും കോംപ്രമൈസ് ആയിരിക്കുക. മുത്തശ്ശി, ഇനി ഞാൻ ആ ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കേ. അതെ, കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു പാമ്പിനെ അടിച്ചു കൊല്ലാൻ നോക്കുമായിരുന്നു. അയ്യോ എന്റെ ദൈവമേ. ആ സമയം ഒരു പയ്യൻ ഹീറോയെ പോലെ വന്ന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് ആ പാമ്പിനെ രക്ഷിച്ചു. ആ പയ്യനെ പറ്റി മുത്തശ്ശിയുടെ അഭിപ്രായം? 100 വർഷം വരെ അവൻ ജീവിച്ചിരിക്കട്ടെ. ഒരു പാമ്പിന്റെ ജീവൻ രക്ഷിക്കാന്ന് പറഞ്ഞ അതൊരു പുണ്യകാര്യമാ. അങ്ങനെ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല മോനെ. അങ്ങനെ ഒരു അവസരം ഇന്ന് എനിക്കുണ്ടായത്. അതുകൊണ്ടാ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ മുഹൂർത്തം കഴിഞ്ഞു പോയത്. അതേ മുത്തശ്ശി, വരുന്ന വഴിക്ക് ഒരു പാമ്പിന്റെ ജീവൻ രക്ഷിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഇനി ഞാൻ മുത്തശ്ശിയുടെ ലോജിക്കിലേക്ക് വരാം. ഒരു പാമ്പിന്റെ ജീവൻ രക്ഷിക്കുന്നത് പുണ്യകർമ്മമാ. നാഗരാജാവിന്റെ ആശീർവാദവും കിട്ടി. 100 വർഷം ജീവിക്കുകയും ചെയ്യും. ഇനിയെങ്കിലും ഒന്ന് ചിരിക്കുന്നേ. സർപ്പദോഷ നിവാരണ ഹോമം മുടങ്ങിയെന്നോർത്തും ഇങ്ങനെ വിഷമിക്കണ്ട. ശരി, ഒരു 10 മിനിറ്റ് ഞാനിതാ വരുന്നു. ആയിരിക്കാം. നീ പാമ്പിനെ രക്ഷിച്ചിട്ടാവാൻ വന്നത്. അത് ഞാൻ സമ്മതിക്കുന്നു. പുണ്യകാര്യമാ അത്. പക്ഷെ നിനക്ക് സർപ്പദോഷം ഉണ്ടല്ലോ. നിന്റെ ചെറിയച്ഛൻ രുദ്രൻ തക്ഷകവനത്തിൽ വെച്ച് നാഗമാണിക്യത്തെ ആഗ്രഹിച്ച് നാഗരാജാവിനെ തന്നെ കൊന്നു. ആ പാപം അത്ര പെട്ടെന്നൊന്നും വിട്ടുപോകില്ല മോനെ. മഹാദേവ, എന്റെ ലക്ഷ്യം നിറവേറാനുള്ള സമയം എത്രയും വേഗം പ്രാപ്തമാക്കണം. എന്റെ തലയിൽ അങ്ങ് എന്താണ് വരച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ഇന്നു മുതൽ ഞാൻ മനുഷ്യലോകത്ത് ജീവിക്കാൻ വന്നിരിക്കുകയാണ്. ശത്രുക്കളെ എല്ലാവരെയും തോൽപ്പിച്ച് നാഗമാണിക്യം വീണ്ടെടുത്ത് എന്റെ അമ്മയ്ക്ക് ജീവൻ തിരികെ കൊടുക്കുന്ന ഈ ശ്രമത്തിൽ എന്റെ വിജയത്തിന് അങ്ങ് എന്നും തുണയുണ്ടാകണം. മനുഷ്യലോകത്തിലെ ഒരു ബന്ധത്തിനും ഒരാഗ്രഹങ്ങൾക്കും ഞാനും എന്റെ മനസ്സും അടിമപ്പെടാൻ പാടില്ല. രക്ഷിക്കണം ഭഗവാനെ. ഈ മോതിരം നഷ്ടപ്പെടാതെ അങ്ങ് കാക്കണം. എന്റെ കയ്യിലുള്ള ഈ മോതിരം നഷ്ടപ്പെട്ടാൽ എനിക്ക് തിരിച്ച് നാഗലോകത്തിലേക്ക് പോകാനാവില്ല.
നാഗലോകമാണ് എന്റെ കുടുംബം. മനുഷ്യലോകം താൽക്കാലിക അഭയം മാത്രമായിരിക്കണം. മഹാദേവ, മനുഷ്യലോകത്തിലെ ഒരു ബന്ധവും എന്നെ പൂട്ടിയിട്ട് എന്റെ ലക്ഷ്യത്തിന് തടസ്സമായി വരരുത്. വെള്ളം കുടിക്കേ. ഒന്ന് പതിയെ കഴിക്ക അർജുൻ. എന്താടാ ഇത്? കഴിക്കുമ്പോ നിനക്ക് ശ്രദ്ധിച്ചൂടെ? ഞാൻ തന്നെ കഴിച്ചോളെന്ന് പറഞ്ഞ അമ്മ കേക്കില്ലല്ലോ. കൊച്ചു പിള്ളേരെ ഊട്ടുന്ന പോലെയല്ലേ എന്നെ ഊട്ടിക്കൊണ്ടിരിക്കുന്നെ. എന്റെ തൊണ്ട ചെറുതാ അമ്മേ. അത് കൊള്ളാലോടാ. സ്നേഹം കാണിച്ചാലും തെറ്റ്, സ്നേഹം കാണിച്ചില്ലെങ്കിലും തെറ്റ്. നീയല്ലേ എന്നോട് വാരി തരുവോന്ന് ചോദിച്ചേ? ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ അമ്മേ. അമ്മ തന്നതുകൊണ്ടല്ലേ ഇക്കളെടുത്തത്. ആരോ എന്നെ ആലോചിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നിന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഓ, ഈ അമ്മ ഒരാൺകുട്ടി മറ്റൊരു ആൺകുട്ടി ആലോചിക്കൂ അമ്മേ. പെൺകുട്ടികളല്ലേ ആലോചിക്കൂ. പെൺകുട്ടികൾക്കാ ഇത്തരത്തിലുള്ള ശക്തിയൊക്കെ ഉള്ളത്. ആൺകുട്ടികൾ ആലോചിക്കുന്നതും പെൺകുട്ടികളെ കുറിച്ചാ. എന്താ അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നേ? ഏതോ ഒരു പെൺകുട്ടി തന്നെയാ എന്നെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുന്നത്. ഓഹോ, അതേത് പെൺകുട്ടിയാ എന്റെ മോനെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നേ? എന്റെ പൊന്നു മോനെ ആഗ്രഹിച്ച ആ പെൺകുട്ടി ഏതാ? ആരാത് അർജുൻ? എന്തൊക്കെയോ അർത്ഥം വെച്ചാണല്ലോ നീ പറയുന്നേ. എന്റെ മോന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നേ? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഭക്ഷണം മാത്രം കഴിച്ചോണ്ടിരിക്കുക. മഹാദേവ, എന്റെ ലക്ഷ്യം നേടാൻ ഒരു വഴി കാട്ടിത്തരൂ. ഓരോ വീട്ടിലും ഒരു വില്ലത്തി ഉണ്ടാവും. 60% അവര് പറയുന്നതേ അവിടെ നടക്കൂ. ഒരു 20 വർഷത്തിന് മുമ്പ് വരെ ഇതുപോലുള്ള വില്ലത്തികള് ലവ് സ്റ്റോറിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറച്ച് കഥ മാറി, അത്ര തന്നെ. ഒന്നും മിണ്ടാതിരിക്കുന്നേ. വിക്രമോ സരോജോ അറിഞ്ഞാ പിന്നെ തീർന്നു. ഈ പൊടി കലർത്തിയ പാല് കുടിച്ചാലേ സരോജത്തിന് ഈ ജന്മത്ത് കുട്ടികൾ ഉണ്ടാവില്ല. വിക്രത്തിന് സരോജത്തിന് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഈ സ്വത്ത് മുഴുവൻ എന്റെ മകന് വന്ന് ചേരും. രാമായണത്തിലെ മന്ദര ഇപ്പൊ ഈ വീട്ടിലെ രാജേശ്വരി. നീ എന്തു വേണോ ചെയ്തോ, സ്വത്തിങ് കിട്ടിയാ മതി. എല്ലാ രീതിയിലും ഈ ദേവരാജന്റെ ആദരവ് നിനക്കുണ്ടാവും. കുട്ടി ജനിക്കുന്ന കാര്യം സ്വപ്നത്തിൽ പോലും അവരുടെ മനസ്സിൽ വരാൻ പാടില്ല. ഈ വീട്ടിൽ ഒരിക്കലും താരാട്ടുപാട്ട് ഉയർന്നു കേൾക്കരുത്, തൊട്ടിലുമാടരുത്. വിക്രം, എന്താ ചെറിയച്ച? എന്താടാ നീ എസ്റ്റേറ്റിലേക്ക് പോകുന്നില്ലേ? ഇല്ല ചെറിയച്ച, എന്റെ മനസ്സെന്തോ ശരിയല്ല. എന്താ വിക്രം, എന്തു പറ്റിയടാ? ഒന്നുമില്ല ചെറിയച്ച. എസ്റ്റേറ്റിലേക്ക് പോയാൽ അവിടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുന്നു, കളിക്കുന്നു. അതെല്ലാം കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമാവുക. കുട്ടികളില്ലാത്ത ദുഃഖം എനിക്ക് കൂടി വരിക ചെറിയച്ച. എന്നാലേ അത് കാണത്തക്ക വിധ ചുവരിൽ എഴുതി വെക്കും. മക്കളില്ല എന്നുള്ള കുറവ് തോന്നുമ്പോഴൊക്കെ ആ ചുവരിൽ നോക്കി അത് വായിച്ചു നോക്കണം. ഈ കുറവ് ശാശ്വതമല്ലെന്ന് മനസ്സിലാകും. മനസ്സിന് സമാധാനം കിട്ടും. സരോജ എവിടെ? അങ്ങോട്ട് നോക്കി. പന്നഗാധിപതി ദേവോ അനന്തനാമ നമഃ. പാതാളവാസിനേ നിത്യം നാഗരാജ നമോസ്തുതേ. അവളുടെ ഫ്രണ്ട്സ് ആരോ അവൾക്ക് കൊടുത്തൊരു ഐഡിയ ഇത്. ദിവസവും നാഗരാജ ശ്ലോകവും നവനാഗ ശ്ലോകവും ചൊല്ലിയ മക്കളുണ്ടാവുമെന്നാ. അതുകൊണ്ടാ അവൾ ആ ശ്ലോകം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നടന്നാ കൊള്ളാം. നാഗപൂജ നടത്തി കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അത് തടയണം. ചെറിയമ്മേ, ഭഗവാന്റെ മുന്നിൽ ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനമാണ്.
ഇതാ സരോജം, പാല് കുടിക്ക്. കുട്ടികളില്ലെന്ന് ഓർത്ത് വിഷമിക്കണ്ട, അതൊരു കുറവല്ല. കല്യാണം കഴിഞ്ഞിട്ട് 7-8 വർഷങ്ങളായി. ഇതുപോലുള്ള സമാധാന വാക്കുകൾ കേട്ട് ഞാൻ മടുത്തു. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചാലും എന്റെ മുൻജന്മ ശാപവും തലവിധിയും മാറ്റാൻ കഴിയില്ലല്ലോ. തലയിൽ എഴുത്തും പാപമൊന്നും പറയണ്ട, എല്ലാം ശരിയാവുന്നേ. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഇതാ പാല് കുടിക്ക്. കുടിക്കുമോളെ. ശരി, ഞാൻ ബാങ്കിൽ ഒന്ന് പോയിട്ട് വരാം. കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ട്. പൈസയോ? എന്റെ താമോനെ ഞാൻ പേടച്ചോളാം. നീ സമാധാനമായിട്ട് വീട്ടിയിരിക്ക. വേണ്ട ചെറിയച്ചാ, എനിക്ക് ബാങ്ക് മാനേജർ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ഇതൊരു വലിയ എമൗണ്ടാ. ഞാൻ തന്നെ പോയിട്ട് വരാം. സൂക്ഷിച്ചു വേണം പോവാൻ, കേട്ടല്ലോ. ഞാനൊന്ന് പോയിട്ട് വരാം. ഞാൻ ഇറങ്ങുന്ന സരോജ. നീ കുടിക്കുമോളെ, പാല് തണുത്തു പോവില്ലേ? കുടിക്കേ. ഒരു കാരണവശാലും അവരിൽ ആരെയും വെറുതെ വിടരുത്. എനിക്ക് വാക്ക് തരണം. നാഗമണിക്ക് നമ്മുടേതാണ്. അത് തിരികെ ഇവിടെ കൊണ്ടുവരുന്ന സത്യം ചെയ്യ. സത്യം ചെയ്യ. എത്ര വലിയ തടസ്സങ്ങളുണ്ടായാലും ശരി, എല്ലാ ശക്തികളും ഞാൻ നേടിയിരിക്കും. നാഗമാണിക്യം തിരികെ ഞാൻ കൊണ്ടുവരും. നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. മോളുടെ നാടെവിടെയാ? ഒറ്റയ്ക്കാണോ വന്നേ? കൂടെ വേറെ ആരുമില്ലേ? എനിക്കാരുമില്ല. അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടവളാ. ഞാനൊരു അനാഥയാണ്. മഹാദേവ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സ്വയം അനാഥയാണെന്ന് പറയരുത്. അച്ഛനും അമ്മയും ഇല്ലാത്ത എന്നെ ഈ ലോകം അടയാളപ്പെടുത്തുന്നത് ഒരു അനാഥയെന്നാണ്. ലോകം നിന്നെ എന്തു വേണേലും വിളിച്ചോട്ടെ, ഞാൻ ഭഗവാന്റെ മക്കളെന്നേ പറയൂ. നീ അനാഥയാണെന്ന് എന്തിനാ ചിന്തിക്കുന്നത്? മഹാദേവന്റെ കൃപയുണ്ടല്ലോ, അവിടുന്ന് നിന്നെ നോക്കിക്കോളും. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് തന്നെ വന്നത്. നന്നായി മോളെ. പരമേശ്വരന്റെ ഉള്ളിൽ അമ്മ പരമേശ്വരിയും ഉണ്ട്. മോൾക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ പൂജാരി. ക്ഷേത്രത്തിൽ ചില ജോലികൾ ഞാൻ നിനക്ക് തരാം. അതെല്ലാം നോക്കി എന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞോളൂ. ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. നിനക്ക് അനുഗ്രഹവും കിട്ടും, ഒരു ജീവിതമാർഗമാവുകയും ചെയ്യും. ചോദ്യങ്ങളുമായി വന്നിരിക്കുകയാണ് അല്ലേ രുദ്ര? അതെ സ്വാമിജി, എന്റെ മനസ്സിലിപ്പോ നാഗകന്യകയാണ്. അങ്ങയുടെ മാന്ത്രിക വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവളിപ്പോൾ എവിടെയായിരിക്കും സ്വാമിജി? എന്താ സ്വാമി ഒന്നും പറയാത്തെ? ഇതേ ചോദ്യം 2 ദിവസമായി എന്നെയും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് രുദ്ര. ഞാൻ ആവാഹിച്ചിരിക്കുന്ന ക്ഷുദ്രശക്തികൾക്ക് ശരിയായ മുഹൂർത്തം വരാതെ ഒന്നും മനസ്സിലാകില്ല. 2 ദിവസമായി സൂര്യോദയത്തെയും ചന്ദ്രോദയത്തെയും
ആയില്യം നക്ഷത്രം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവർ ഇനി എന്ത് ചെയ്യും സ്വാമിജി? ജയ് മഹാകാള! എന്നെ വിശ്വസിച്ചു വന്ന ഭക്തന് മനസ്സിലാക്കി കൊടുക്കണം. ആ നാഗകന്യക എവിടെയാണെന്ന്. വേഗമാകട്ടെ. ജയ് മഹാകാള! തക്ഷക വനത്തിൽ നിന്നും പുറപ്പെട്ടു ആ നാഗകന്യക. ആ നാഗകന്യകയുള്ള സ്ഥലം ദയവായി പറഞ്ഞാൽ സ്വാമി. എന്റെ മനക്കാഴ്ചയിൽ ഇത്രയുമാണ് മനസ്സിലാക്കിയത്. ഇതിനുമപ്പുറം ഒന്നും കാണുന്നില്ല. ആ നാഗകന്യക എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് ചില വിശേഷ പൂജകളൊക്കെ ചെയ്യണം. നീ ഇപ്പൊ പോകൂ. പക്ഷെ ഒരു കാര്യം, ജാഗ്രത. പറയേച്ചി. നിനക്ക് കല്യാണമായടാ? ചുമ്മാ തമാശ കളിക്കല്ലേ. ഞാനിപ്പോ സന്തോഷമായിട്ടാ ഇരിക്കുന്നേ. ഞാൻ എന്തിനാടാ തമാശ കളിക്കുന്നേ? ജോത്സ്യര് വന്ന് പറഞ്ഞതാ. അമ്മായി മുത്തശ്ശിയും നിന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുക. ശരി ചേച്ചി. ഈ മുത്തശ്ശിയുടെ ഓരോരോ കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശി അർജുനോട് കല്യാണക്കാര്യം പറയണ്ടെന്നാ പറഞ്ഞേ. പക്ഷേ ഞാൻ എന്റെ ജോലി എന്തായാലും ചെയ്തു. കല്യാണത്തിന് തടസ്സം വരുമെന്ന് ജോത്സ്യര് പറഞ്ഞിരുന്നതാ. എത്ര തടസ്സം വരുന്നോ അത്രയും നല്ലത്. ഹോമം നടത്തിയതേയില്ല. നടത്തിയാൽ നന്നായിരുന്നേനെ. ദൈവത്തിന്റെ ലീലകളാ, എന്ത് ചെയ്യാൻ കഴിയും? ഇതാ, ഈ കുടുംബത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഭഗവാന് സമർപ്പിച്ചുകൊള്ളൂ. ശരിയമ്മേ. മഹാദേവ, എന്റെ പ്രാർത്ഥന കേട്ട് അർജുനെ കല്യാണത്തിന് സമ്മതിപ്പിക്കണേ. അവന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടണം. നാഗദേവരെ, അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ എന്റെ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണേ. അർജുന്റെ ദോഷങ്ങളൊക്കെ മാറ്റി യാതൊരു ആപത്തും വരാതെ കാത്തോളണേ. അർജുന് വിവാഹം കഴിഞ്ഞാലേ സർപ്പദോഷത്തിൽ നിന്നും ജീവൻ രക്ഷിക്കാനാവും. എന്നാൽ വിവാഹത്തിന് നൂറുകണക്കിന് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. നിങ്ങളെല്ലാവരും ധൈര്യത്തോടെ ഇരിക്കണം. അത്ര എളുപ്പത്തിൽ വിവാഹം നടക്കില്ല. സൂക്ഷിക്കണം. എന്നാൽ നിങ്ങൾ അതിനെല്ലാം തരണം ചെയ്യണം. ദൈവത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. എല്ലാം നന്നായി നടക്കും. സർപ്പശാന്തി ഹോമവും സർപ്പദോഷ നിവാരണ ഹോമവും പാതിയിൽ നിന്നിരിക്കുകയാണ്. അത് ഓർമ്മയുണ്ടാവണം. നഗാധിപതി ദേവോ അനന്തനാമനാമതഃ പാതാളവാസിനേ നിത്യം നാഗരാജാ നമോസ്തുതേ. മമ കുടുംബസ്യ നാഗദോഷ പരിഹാരാർത്ഥം ഇദം പ്രാർത്ഥനം കരിഷ്യേ. ചെറിയച്ഛ, എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? എന്താ കാര്യം? അത് നല്ല തമാശയാ എഴുതിയിരിക്കുന്നേ. അത് വായിച്ചപ്പോ ചിരിക്കാൻ തോന്നി. വായിക്കാൻ കേട്ടോ. സമാധാനമായിട്ടിരുന്നപ്പോ ഭാര്യയെ അന്വേഷിച്ചു. ഭാര്യ വന്നപ്പോ സമാധാനം അന്വേഷിക്കുന്നു. ചെറിയച്ഛ, എന്നെ തെറ്റിദ്ധരിക്കരുത്.
ഞാനിവിടെ ശ്ലോകം വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഡിസ്റ്റർബ് ആവുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല മോളെ, സത്യമായിട്ട് ശ്രദ്ധിച്ചില്ല. ശല്യമാകാൻ വേണ്ടി തന്നെയാ ഞാൻ ഉറക്ക ചിരിച്ചത്. നിനക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. വിക്രം, വിക്രം, അമ്മ ഇത് എവിടെയായിരുന്നു? കുറെ നേരമല്ലോ പോയിട്ട്. ചേച്ചി കോഫി എടുക്കട്ടെ? ഒന്നും വേണ്ട. വിക്രം, സരോജിനി എവിടെ? സരോജിനിയോട് പറയാനൊരു വാർത്തയുണ്ട്. ചേട്ടത്തി, പതുക്കെ പതുക്കെ. നമ്മുടെ സരോജം പ്രധാനപ്പെട്ടൊരു ശ്ലോകം പഠിക്കുക, സന്താന ഭാഗ്യം കിട്ടുന്നതിന് വേണ്ടി. അമ്മേ, സരോജിനി, നിനക്ക് സന്തോഷിക്കാൻ നല്ലൊരു വാർത്തയുണ്ട്. എന്ത് വാർത്തയാ അമ്മേ? ഞാനൊരു ജ്യോത്സ്യരുടെ വീട്ടിൽ പോയിരുന്നു. വളരെ നല്ലൊരു ജ്യോത്സ്യനാ. നിന്റെ പ്രശ്നം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. നിന്റെ ജാതകം നോക്കി എന്താ പറഞ്ഞെന്നറിയോ? വെള്ളി ത്രിശൂലമോ അതോ തങ്ക ത്രിശൂലമോ ഭഗവാന് സമർപ്പിച്ചാൽ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാകൂന്ന്. അദ്ദേഹം പറഞ്ഞാൽ നടന്നാ മതിയായിരുന്നു. കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. ഈശ്വരന്റെ അനുഗ്രഹം എപ്പോ ഉണ്ടാകുമെന്നറിയില്ല. വിക്രം, തങ്ക ത്രിശൂല ഏർപ്പാട് ചെയ്യുമോനെ. സ്വർണ്ണപ്പണിക്കാരൻ ഗണപതിയില്ലേ, അവനെ വിളിച്ചാ മതി. ഇന്ന് തന്നെ തയ്യാറാക്കി തരാൻ പറയൂ. എത്രയും വേഗം അതെടുത്തോണ്ട് പോയി ഭഗവാന് സമർപ്പണം ചെയ്യണം. എല്ലാം നന്നായിട്ട് വരും. ശരിയമ്മേ, എന്നാ പിന്നെ നമുക്ക് അതും കൂടി നോക്കാം. ഇതുകൊണ്ടെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടികൾ ഉണ്ടായാൽ മതിയായിരുന്നു. മുത്തശ്ശി എവിടെയാ? കല്യാണക്കാര്യത്തെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം വേറെ ആരോടും പറയരുത്. മുത്തശ്ശിയെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയാലോ. ശരി, ഞാൻ പറയില്ല. ചേച്ചി വെറുതെ പേടിക്കണ്ട. അതെ, കോൾ ചെയ്ത് ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്തില്ലല്ലോ. ഞാൻ നിന്നെ വിളിക്കുമ്പോ നീ ഏതെങ്കിലും പ്രധാന ജോലിയിലായിരുന്നോടാ? നീ എന്താ ആലോചിക്കുന്ന അർജുൻ? ഒന്നുമില്ല, ഒന്നുമില്ല ചേച്ചി. നിന്റെ കണ്ണില് വേറെന്തോ ഉണ്ടല്ലോ. എനിക്കെല്ലാം മനസ്സിലായി. കുഴപ്പമില്ല, പറഞ്ഞോ. ഒന്നുമില്ലാന്ന് നീ എന്നോട് വെറുതെ കള്ളം പറയല്ലേ. ആ, ഞാൻ അമ്പലത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു. നിനക്കവളെ ഇഷ്ടായോ? അവളുടെ മുഖം കാണാൻ പറ്റിയില്ല. കാണണമെന്നാ വിചാരിച്ചത്. അതിനു മുന്നേ ചേച്ചി ഫോൺ ചെയ്തില്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. മുഖം കണ്ടില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ആദ്യം നീ ആ പെൺകുട്ടിയെ കുറിച്ച് വ്യക്തമായി പറ. ഞാൻ എന്ത് പറയണമെന്നാ? വീട്ടിലെ അമ്മയും മുത്തശ്ശിയൊക്കെ ചേർന്നും എന്റെ കല്യാണം തീരുമാനിച്ചു വെച്ചിരിക്കയല്ലേ. എന്തിനെങ്ങനെ ധൃതി കാണിക്കുന്നേ? അവരിതുവരെ പെണ്ണിനെ കണ്ടില്ലല്ലോ. നീ കണ്ട പെൺകുട്ടിയെ കുറിച്ച് പറയ്. മുഖം കാണാൻ പറ്റിയില്ലെന്നുള്ള സങ്കടത്തിലാണ് നീയെങ്കിലും നിന്റെ മനസ്സില് ആ പെൺകുട്ടിയെ കുറിച്ചുള്ള ഒരുപാട് സ്വപ്നങ്ങൾ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്തെന്ന് എനിക്ക് അറിയില്ല ചേച്ചി. എന്തോ എനിക്ക് ആ പെൺകുട്ടി ഒരുപാട് ഇഷ്ടമായി. സ്വപ്നത്തിൽ വന്നുകൊണ്ടിരുന്ന ആ പെൺകുട്ടി അത് ഇവളാണെന്ന് എനിക്ക് തോന്നുന്നേ. സ്വപ്നത്തിൽ വന്ന ആ പെൺകുട്ടി ഇവളാണെന്ന് എന്റെ മനസ്സും എന്നോട് പറയുന്നുണ്ട്. സ്വപ്നത്തില് വന്ന ആള് മനസ്സിലും വന്നു അല്ലേ? മനസ്സിലേക്ക് വന്ന ആള് പെട്ടെന്ന് വീട്ടിലേക്കും വരട്ടെ. വൈകിക്കല്ലേ. ആ പെൺകുട്ടിയോട് വേഗം സംസാരിക്ക്. അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവാ. വീട്ടിൽ കൊണ്ടുവരാനോ? വരണോന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടടാ. പക്ഷെ നീയാണ് അതിനു വേണ്ടി ശ്രമിക്കേണ്ടത്. സ്വപ്നത്തിൽ കണ്ട പെണ്ണ് കൺമുമ്പിൽ വന്നൂന്ന്. വീട്ടിലേക്കും വരണോന്ന്. വരട്ടെ വരട്ടെ. അനന്യ, അനന്യ, അനന്യ. സമയം 12 ഈ സമയത്ത് ഇവിടെ പോയി. അനന്യ.